Harrier.ev നമ്മൾ ഒന്ന് ഡ്രൈവിന് പോകാമെന്ന് വിചാരിക്കുന്നു. അന്നേരം കാറ് പാർക്കിലാണ് കിടക്കുന്നത്. അതിൽ ഡ്രൈവ് മോഡ് ഇട്ടു. ഡ്രൈവ് മോഡിലിട്ട് നമ്മൾ നോർമൽ കേസിൽ ആക്സിലറേഷൻ കൊടുക്കാൻ നോക്കും, വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും Harrier.evക്ക് എന്തോ കുഴപ്പമുണ്ട്. നോ ആക്സിലറേഷൻ, നോ ബ്രേക്സ്, സ്റ്റിയറിംഗിലും എനിക്ക് കൺട്രോൾസ് ഇല്ല, ഞാൻ വെറുതെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാർ തന്നെ പാർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാനിന്ന് ഡൽഹിയിലാണ്. ഡൽഹിയിൽ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ടാറ്റ.evയുടെ ലൈനപ്പിലെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ Harrier.evയുടെ ഓൺ റോഡ് ഓഫ് റോഡ് ഡ്രൈവിനാണ്. സോ ദിസ് ഈസ് ദ Harrier.ev. ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ്, എനിക്ക് ഇതിനെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ എന്ന് വിളിക്കാൻ എല്ലാ രീതിയിലും എനിക്ക് തോന്നുന്നത് Harrier.ev ഇസ് റെഡി. കാരണം ഫീച്ചർ ഫിൽഡ് ആണ്. ടെക്നോളജി വൈസ് നോക്കിയാലും ഇറ്റ്സ് മച്ച് ഇംപ്രൂവ്ഡ്. സോ ഡിസൈൻ ഹാരിയറിൻ്റെ എല്ലാവർക്കും ഇഷ്ടമാണ്. സോ എല്ലാ രീതിയിലും നോക്കിയാലും Harrier.ev ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ട് തന്നെ ടാറ്റ.evയുടെ ലൈനപ്പിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ടാറ്റ.evയെ പറ്റി പറഞ്ഞാൽ EVയുടെ ലൈനപ്പ് ഫുള്ള് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞതായിട്ട് നമുക്കറിയാം. അതിൻ്റെ മെയിൻ റീസൺ ഒരുപാട് ആളുകൾക്ക് റീച്ച് കിട്ടാൻ ഏറ്റവും നല്ലത് ടാറ്റയുടെ ഒരു പ്രോബ്ലം പറഞ്ഞ് ഒരു വീഡിയോ ചെയ്താലാണെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം എൻ്റെ അടുത്തും റീസെൻ്റ്ലി ഒരാൾ പറഞ്ഞു, ഓക്കെ നമുക്ക് ടാറ്റയുടെ ഒരു വീഡിയോ ചെയ്യാം, നല്ല റീച്ച് കിട്ടുമെന്ന് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റീച്ചിനല്ല, പക്ഷേ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു, ഇല്ലയെന്ന് പറയുന്നില്ല. അത് കാരണം ടെക്നോളജി വൈസ് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതായിരുന്നു. സർവീസ് ആയിരുന്നു മെയിൻ ഇഷ്യൂ, അല്ലെങ്കിൽ പാർട്ട് അവൈലബിലിറ്റി ഒക്കെയാണ്. പാർട്ട് അവൈലബിലിറ്റി വലിയൊരു പ്രശ്നമാണ്. ഈവൻ പല കമ്പനീസും ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന പല കമ്പനീസിൻ്റെയും പാർട്സ് അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ there are a lot of people who are backing out from those cars. അപ്പം ടാറ്റ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവരുടെ പാർട്സിൻ്റെ അവൈലബിലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ വെയർ ഹൗസിൽ കുറച്ച് പാർട്സ് നിറയ്ക്കാനായിട്ടുള്ള ഓട്ടത്തിലേക്കാണ്. എന്താണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് പുതിയ Harrier.ev ടാറ്റ.evയുടെ ലൈനപ്പിലെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. Harrier.evയുടെ ഒരു വലിയ പ്രത്യേകത, അല്ലെങ്കിൽ ഒരുപാട് പേരെ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഇതിനകത്ത് ഇപ്പോൾ ഒരു ഓൾ വീൽ ഡ്രൈവ് ഉണ്ടെന്നുള്ളതാണ്. Harrier അല്ലെങ്കിൽ ടാറ്റ.evയുടെ ലൈനപ്പിൽ നോക്കിയാലും, അല്ലെങ്കിൽ ഈവൻ ടാറ്റയുടെ ഫുൾ ലൈനപ്പിൽ നോക്കിയാലും ഒരു ഓൾ വീൽ ഡ്രൈവ് വാഹനം ഇപ്പോൾ ഇല്ല. ലാസ്റ്റ് ഉണ്ടായിരുന്നത്, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ അത് സഫാരി സ്റ്റോം ആയിരുന്നു. അതിനുശേഷം ഒരു ഓൾ വീൽ ഡ്രൈവ് വാഹനമായിട്ട് ടാറ്റ മോട്ടോഴ്സ് വരുന്നത് തന്നെ ഈ ഒരു Harrier.evയിലാണ്. സോ അത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. സോ ഓവറോൾ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഡിസൈനിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ലെങ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ ചെറിയ ഒരു 2 മില്ലിമീറ്ററാണ് ലെങ്ത്ത് കൂടിയിട്ടുള്ളൂ. പക്ഷേ ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 21 മില്ലിമീറ്റർ ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അതിൻ്റെ അടിയിൽ ബാറ്ററി പാക്ക് ഉള്ളതുകൊണ്ട് ആ ഒരു ഹൈറ്റ് കൂട്ടിയതായിരിക്കണം. എന്താണെങ്കിലും ഡിസൈനിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ആകെയുള്ളത് ഈ ഒരു ക്ലോസ് ഗ്രില്ല് വരുന്നത് മാത്രമാണ്. പുതിയ ഹാരിയറിൽ നിന്ന് Harrier.evയിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസം. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോം അത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി റീസെൻ്റായിട്ട് ടാറ്റ കൊണ്ടുവന്ന Acti.ev എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ വാഹനവും വരുന്നത്. സോ ആ ഒരു കാര്യത്തിൽ എല്ലാം ടാറ്റ പ്രോപ്പറാണ് ടെക്നോളജി വൈസ് നോക്കുമ്പോൾ. സോ ദാറ്റ് ഈസ് ഫ്രം ദ ഫ്രണ്ട്. ഡിസൈനിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സൈഡിലേക്ക് നോക്കിയാലും ഡിസൈൻ ഇസ് ആബ്സല്യൂട്ട്ലി സെയിം. ആകെ വരുന്നത് ഒരു 19 ഇഞ്ച് വീൽസാണ് നമുക്കിപ്പോൾ വരുന്നത്. അതിനകത്ത് എയറോ ഡിസൈനിലുള്ള അലോയ് വീൽസും ഇപ്പോൾ വരുന്നുണ്ട്. ബെറ്റർ ഡ്രാഗിന് വേണ്ടിയിട്ട് എയറോ ഡിസൈനിലാണ് ഈ ഒരു അലോയ് വീൽസ് വരുന്നത്. അതുപോലെ .ev എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുക്കുന്നത്, അത് മാത്രമാണ് സൈഡിൽ നിന്ന് വരുന്ന വ്യത്യാസം. റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു സ്പേസിൽ നമുക്ക് QWD ക്വാഡ് വീൽ ഡ്രൈവ്, അതായത് 4 വീൽ ഡ്രൈവ് ആണെന്നുള്ളതിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുക്കുന്നു. ഡ്യുവൽ മോട്ടർ, ഫ്രണ്ടിലും ബാക്കിലും സെപ്പറേറ്റ് മോട്ടേഴ്സും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസൈനിൽ ദർ ഇസ് നോ ഡിഫറൻസ്. നോർമൽ Harrier ആയിട്ട് നോക്കുമ്പോൾ ഡിഫറൻസ് ഇല്ല അതിൻ്റെ ഡിസൈനിൽ. Harrier.ev എന്നുള്ള ആ ഒരു ബാഡ്ജിങ് ആണ് റിയൽ വന്നിരിക്കുന്ന ഏക വ്യത്യാസം Harrier.evയിലേക്ക് വരുമ്പോൾ. ബൂട്ട് സ്പേസ് ഒരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ടാണ്. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് നേരത്തെ അല്ലെങ്കിൽ നോർമൽ നമ്മുടെ Harrier ആയിട്ട് നോക്കുമ്പോൾ ഏകദേശം 50 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് കൂടുതൽ വന്നിട്ടുണ്ട്. 503 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് നമുക്കിപ്പോൾ Harrier.evയിൽ കിട്ടുന്നുണ്ട്. അതൊരു എന്നെ സർപ്രൈസ് ചെയ്തൊരു കാര്യമാണ്. കാരണം നോർമലി ഒരു EVയിലേക്ക് വരുമ്പോൾ, ഒരു നോർമൽ വാഹനത്തിൽ നിന്ന് EVയിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ബൂട്ട് സ്പേസ് കുറയാനാണ് സാധ്യത. പക്ഷേ ഇപ്പോൾ അവരെങ്ങനെയൊക്കെയോ അത് കൂട്ടിയിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ സെക്കൻഡ് റോ കംപ്ലീറ്റ് ഫോൾഡ് ചെയ്ത് ഏകദേശം 999 1000 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് വരെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ലഗേജ് കമ്പാർട്ട്മെൻറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെയിൽ ഗേറ്റുമാണ്.
ബൂട്ട് സ്പേസ് കൂടിയെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഫ്രണ്ടിലും നമുക്ക് ഫ്രണ്ട് സ്പേസ് കുറച്ച് കിട്ടുന്നുണ്ട്. അതിൽ റിയർ വീൽ ഡ്രൈവ് വരുമ്പോൾ നമുക്ക് ഒരു 67 ലിറ്ററിൻ്റെ ഒരു ഫ്രണ്ട് സ്പേസ് ആണ് കിട്ടുന്നത്. ഇത് നമ്മുടെ ഓൾ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ക്വാഡ് QWD മോഡലാണ്. അതിൽ കിട്ടുന്ന ഫ്രണ്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 37 ലിറ്ററാണ്. ഹാരിയർ ഡോട്ട് EVയുടെ ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഐസ് മോഡൽ ഹാരിയറുമായിട്ട് നോക്കുമ്പോൾ യാതൊരു വ്യത്യാസവും അതിൻ്റെ ഡിസൈനിൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഹാരിയറിൻ്റെ ഡിസൈനിലേക്ക് അധികം ഞാൻ കയറുന്നില്ല. പക്ഷേ ഒരു ഗ്ലാൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഹാരിയർ ഡോട്ട് EVയുടെ ഇൻറ്റീരിയറിൻ്റെ. സോ ഡിസൈൻ വൈസ് സിമിലർ ആണെങ്കിൽ പോലും നമ്മളിതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഐസ് മോഡലുമായിട്ട് ഡോട്ട് EVയിലേക്ക് വരുമ്പോൾ ഉണ്ട്. ഹാരിയർ ഡോട്ട് EVയിൽ ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്ന ഒരു ഡിസ്പ്ലേ, ഇത് വേൾഡിൽ തന്നെ ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു സാംസങ്ങിൻ്റെ നിയോ QLED ഡിസ്പ്ലേ വരുന്നത് 14.3 ഇഞ്ചിൻ്റെ ഒരു QLED ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത് 10.25 ആണ്. അത് നോർമലി നമ്മൾ ഹാരിയർ കണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഡിസ്പ്ലേ ഭയങ്കര ക്ലാരിറ്റിയും ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിനകത്ത് ഡോൾബി അറ്റ്മോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സൗണ്ട് സിസ്റ്റം ഇസ് അമേസിങ്. 10 സ്പീക്കേഴ്സിൻ്റെ ഹർമൻ കൺ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ സൗണ്ട് സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് കൂടാതെ ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ നമുക്ക് 1 by 1 നോക്കാം. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് 360 ഡിഗ്രി ക്യാമറ നമുക്ക് തരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറയുടെ ഒപ്പം ഒരു 540 ഡിഗ്രി ക്യാമറ എന്നുകൊണ്ട് പറയുന്നുണ്ട്. കാരണം ഇതിന് ടോപ്പ് വ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തൊരു ട്രാൻസ്പെറൻറ്റ് മോഡ് വരുന്നുണ്ട്. സോ നമ്മളിത് റേഞ്ച് റോവറിലും അങ്ങനെയുള്ള മെർസിഡീസിലും എല്ലാം നമ്മൾ കണ്ടിരിക്കുന്നതാണ്. ഓഫ് റോഡ് കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഓഫ് റോഡ് സമയത്തെല്ലാം ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. നമുക്ക് ഇതിൻ്റെ താഴെ, നമ്മൾ ഈ വാഹനത്തിൻ്റെ താഴെ എന്തൊക്കെയാണുള്ളതെന്നെല്ലാം നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഇതിനകത്ത് മനസ്സിലാവും. സോ മൂവ് ചെയ്താലും നമുക്ക് വാഹനത്തിൻ്റെ അടിയിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും കാണാൻ പറ്റും. സോ അടിയിലും ക്യാമറ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ 3D വ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വരുന്നത് ഇതിനകത്ത് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ നോർമലി നമുക്കൊരു 60 അല്ലെങ്കിൽ 30 km/h മുകളിൽ അല്ലെങ്കിൽ 60 km/h മുകളിലൊക്കെയാണ് ക്രൂസ് കൺട്രോൾ നോർമലി കിട്ടുന്നത്. നമുക്ക് ഇതിനകത്ത് സ്ലോ സ്പീഡ് ക്രൂസ് കൺട്രോൾ ഉണ്ട്. നോർമലി നമുക്കത് കിട്ടാറില്ല. സ്ലോ സ്പീഡ് ക്രൂസ് കൺട്രോൾ ഒരു 6 km to 20 km/h വരെയൊക്കെ ഉള്ള ഒരു ക്രൂസ് കൺട്രോളുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു ബട്ടൺ, ഒരു ടച്ച് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ റീസൺ ഒന്ന്, നമുക്ക് ട്രാഫിക്കിലെല്ലാം ഒരു പക്ഷേ അത് ഉപയോഗപ്രദമാവും. ഞാൻ നോർമലി വിചാരിക്കാറുണ്ട് എനിക്കൊരു ഈ സ്ലോ സ്പീഡിൽ ട്രാഫിക്കിലൊക്കെ കിടക്കുമ്പോൾ സ്ലോ സ്പീഡിൽ എന്തുകൊണ്ട് ക്രൂസ് കൺട്രോൾ ഇല്ല എന്നുള്ളതും കൂടെ ഞാൻ ചിന്തിക്കാറുണ്ട്. അതും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഓഫ് റോഡ് സമയത്ത്, ഓഫ് റോഡ് മോഡിൽ അല്ലെങ്കിൽ ഓഫ് റോഡൊക്കെ നമ്മൾ പോകുന്ന സമയത്തും ഈ ഒരു ക്രൂസ് കൺട്രോൾ ഒത്തിരി ഹെൽപ്ഫുൾ ആവും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ വരുന്നത് ഇതിനകത്ത് ഡിഫറെൻറ്റ് മോഡ്സ് വരുന്നുണ്ട്. ഡ്രൈവ് മോഡ്സ് നമ്മൾ നോർമലി കാണാറുള്ള പോലെ ഡ്രൈവ് മോഡ്സ് എല്ലാം വരുന്നുണ്ട്. ഈക്കോ, അതുപോലെ സ്പോർട്ട് മോഡ്, അങ്ങനെ സ്പോർട്ട് ഡ്രൈവ് മോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത് കൂടാതെ ഒരു ബൂസ്റ്റ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് ഉണ്ട്. ആ ബൂസ്റ്റ് മോഡ് 0 to 100 എത്താൻ എടുക്കുന്ന ടൈം വെറും 6.3 seconds എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. പല ആളുകൾക്കും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ 6 seconds കിട്ടിയെന്ന് പറയുന്നു. അത് നമുക്ക് നോക്കാം. ഇതാണെങ്കിൽ ബൂസ്റ്റ് മോഡ് ബട്ടണും കൂടെ ഉണ്ട്. ബൂസ്റ്റ് മോഡിൻ്റെ ഒരു പ്രത്യേകത, അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ബൂസ്റ്റ് മോഡ് 50 SOC, 50% SOC എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ചാർജ് 50% ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബൂസ്റ്റ് മോഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കൂടാതെ സ്പോർട്ട് മോഡ് ആണെങ്കിൽ പോലും 20% നമുക്ക് SOC ഉണ്ടെങ്കിൽ മാത്രമാണ് സ്പോർട്ട് മോഡും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അതിനകത്തുണ്ട്. അതുകൂടാതെ നമ്മുടെ നോർമൽ ഡ്രൈവ് മോഡ്സ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഓഫ് റോഡ് മോഡും ഉണ്ട്. അതിനകത്ത് ഗ്രാസ്, സ്നോ ആൻഡ് ഗ്രാസ്, അതുപോലെ മഡ്, സാൻഡ്, റോക്ക് ക്രോൾ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് ഉണ്ട്. പിന്നെ ഓഫ് റോഡ് മോഡ്സ് ഉണ്ട്. അതുകൂടാതെ കസ്റ്റം ചെയ്യാനും പറ്റും. നമുക്ക് നോർമൽ സിറ്റി മോഡും നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഡ്രൈവ് മോഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഇതൊക്കെയാണ് ഫീച്ചർ വൈസ്ഡ് നോക്കിക്കഴിഞ്ഞാലുള്ളത്. നമുക്ക് സ്റ്റിയറിങ്ങിൽ നമുക്ക് ഹാരിയറിൽ കിട്ടിയിരിക്കുന്ന പോലെ തന്നെ സ്റ്റിയറിംഗ് ആണ്. അതിനകത്ത് നമുക്കൊരു പാഡൽ ഷിഫ്റ്റേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് റീജനറേഷന് വേണ്ടിയിട്ടാണ്, ഗിയർ ഷിഫ്റ്റിങ്ങില്ല. ഇത് കൂടാതെ നമുക്കിപ്പോൾ ഒരു റിയർ ക്യാമറ കൂടി അവൈലബിൾ ആണ്. ഈ ഒരു റിയർ ക്യാമറയും ഈ പറയുന്ന പോലെ നമ്മൾ ഭയങ്കര ടോപ്പ് ആൻഡ് പ്രീമിയം കാർസിലൊക്കെ കിട്ടുന്നതാണ്. ഇത് ഫുൾ ടൈം ഓൺ ആണ്. നമുക്കിത് വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു നോർമൽ റിയർ വ്യൂ ക്യാമറ പോലെ നമുക്ക് കിട്ടും. ഇത് കൂടാതെ നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ ക്യാമറ വ്യൂ നമുക്ക് ഫുൾ ടൈം റെക്കോർഡിങ്ങോടുകൂടി നമുക്ക് കിട്ടുന്നതുമാണ്. സോ ഇതിൽ വരുന്ന ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ കൂടെ ഇപ്പോൾ നമുക്കിതൊരു ഓട്ടോ പാർക്കിംഗ് കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഓട്ടോ പാർക്കിലാണെങ്കിൽ ആദ്യമേ ഡ്രൈവ് മോഡിലേക്ക് ഇടണം. ഡ്രൈവ് മോഡിന് ശേഷം പാർക്കിംഗ് എവിടെ അവൈലബിൾ എന്നുള്ളത് വാഹനം തന്നെ കണ്ടുപിടിക്കും. ഒരു 10 km/h പോയാൽ മതി. അപ്പോൾ നമ്മൾ ഡ്രൈവ് മോഡിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിംഗ് അവൈലബിലിറ്റി കിട്ടും. ഇനി എല്ലാം നമുക്ക് മാനുവലി നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഇപ്പം ഇവിടെ പാർക്കിംഗ് അവൈലബിൾ ആണെന്നുണ്ട്. എനിക്ക് വേണ്ടത് നമ്മുടെ നോർമലി നമ്മൾ പാർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ചെരിച്ച് പാർക്ക് ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തിട്ട്
നമ്മൾ ഈ ഒരു ബ്ലൂ ആവണം. റെഡ് ആണെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ബ്ലൂ ആയിക്കഴിഞ്ഞാൽ അവിടെ പ്രസ് ചെയ്യുക. സോ 2 രീതിയിൽ നമുക്ക് പാർക്ക് ചെയ്യാം. റിമോട്ട് പാർക്കിങ്ങും ഉണ്ട്, ഓട്ടോ പാർക്കിങ്ങും ഉണ്ട്. നമുക്ക് ഓട്ടോ പാർക്കിംഗ് പ്രസ് ചെയ്യാം. എന്നിട്ട് കംപ്ലീറ്റ് നമ്മൾ കാറിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ആ ഒരു പാർക്കിംഗ് കാർ തന്നെ ചെയ്യും. നോ ആക്സലറേഷൻ, നോ ബ്രേക്സ്. സ്റ്റിയറിങ്ങിലും എനിക്ക് കൺട്രോൾസ് ഇല്ല, ഞാൻ വെറുതെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാർ തന്നെ പാർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് പ്രോപ്പർലി. അത് പ്രോപ്പറായിട്ട് കാർ തന്നെ അത് ആ ഒരു സ്ലോട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ പ്രോപ്പറായിട്ടത് പാർക്ക് ചെയ്യുന്നുണ്ട്. നൈസ്. വാവ്, പാർക്കിംഗ് കംപ്ലീറ്റ്. ഇത് കൂടാതെ ഒരു ഫീച്ചറും കൂടെ ഉണ്ട്, അതിങ്ങനെ കാണിച്ചു തരാം. മറ്റൊരു ഫീച്ചർ ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ ഇത് കീ ആണ്, നമ്മുടെ കീ ഹോബാണ്. ഇതിനകത്ത് നമുക്ക് പാർക്കിങ്ങും എല്ലാം ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് ഇപ്പോൾ ഒരു ടൈറ്റ് പാർക്കിംഗ് സ്പേസിൽ, ഇപ്പോൾ ഒരു മോളിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർക്കിംഗ് ലോട്ടിലോ ഒക്കെ കിടക്കുന്ന ടൈറ്റ് ആയിട്ടുള്ള സ്പേസിലാണ് നമുക്ക് വാഹനം ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ എടുക്കണമെങ്കിൽ ഈ കീ ഹോബിലൂടെ പറ്റും. അത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ വാഹനം ഓഫ് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോൾ കാർ ഓഫ് ചെയ്ത് നമ്മൾ വന്നു. അപ്പോൾ റിമോട്ടിൽ നമുക്കൊരു ടൈറ്റ് പാർക്കിംഗ് ആണെങ്കിൽ നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്കോ അല്ലെങ്കിൽ ബാക്കിലേക്കോ എടുത്ത് വാഹനം തന്നെത്താൻ മൂവ് ചെയ്ത് നോക്കാം. ഈ ഹോബിൽ നമ്മളിതൊരു ആദ്യമേ വി ഹാവ് ടു സ്വിച്ച് ഓൺ ദ കാർ. നമ്മളിത് ഹോൾഡ് ബട്ടൺ പ്രസ് ചെയ്യുക. നൗ ദ കാർ ഇസ് ഓൺ. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാനായിട്ട് വീണ്ടും ആ ഒരു പി എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ കാർ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. സി, നമ്മുടെ ഇതിനകത്താണ് കൺട്രോൾ. നമ്മൾ ഈ കീ ഹോബ് പ്രസ് ചെയ്ത് പിടിച്ചാൽ വിൽ മൂവ് ഇറ്റ് സെൽഫ്. കുറച്ചൊരു ടൈറ്റാണ്, അതുകൊണ്ടാണ് യു കെൻ സീ കാർ മൂവിങ്. അത് ഫ്രണ്ടിലേക്ക് മാത്രം. ഇപ്പോൾ നമ്മളത് കീ ഹോബ് വിട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ബ്രേക്ക് ചെയ്യും. യെസ്, ഇനി ബാക്കിലേക്ക് വേണമെങ്കിലും ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഈ ബട്ടൺ വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. ആൻഡ് യു ലോക്ക് ഇറ്റ്. Harrier.EVയുടെ സെക്കൻഡ് റോ ആണിത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ്. ഞാൻ എന്തുകൊണ്ടാണ് വളരെ കംഫർട്ടബിൾ എന്ന് പറയാൻ കാര്യം, നോർമലി ഇലക്ട്രിക് കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു IC എഞ്ചിൻ്റെ മാറി ഒരു ഇലക്ട്രിക്കിലേക്ക് വരുമ്പോൾ സ്പേസ് കുറയാനും കംഫർട്ട് കുറയാനും ഒക്കെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ എന്താണെങ്കിൽ Harrier.EVയിൽ IC എഞ്ചിനായിട്ട് നോക്കുന്ന ഹാരിയറിനേക്കാൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ ഗുഡ് ലെഗ് സ്പേസ്. ഇവിടെ ഒരു സൺബ്ലൈൻസ് നൽകിയിട്ടുണ്ട്. സോ 2 ഡോറിലും സൺബ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. AC ബ്ലോവർ വരുന്ന B പില്ലറിലാണ്. സോ ദിസ് സ്പേസ് ഇസ് വേക്കൻറ്റ്. അവിടെ നമുക്കൊരു സ്റ്റോറേജ് ഏരിയയും അതുപോലെ ചാർജിങ് സ്ലോട്ട്സും നമുക്ക് കിട്ടുന്നുണ്ട്. C ടൈപ്പാണ് വരുന്നത്. ഇത് കൂടാതെ നമുക്ക് ഫ്രണ്ടിൽ ആരും ഇരിക്കുന്നില്ല, ഒരു ഷോഫർ ഡ്രൈവർ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഡ്രൈവ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കൊരു ബോസ് മോഡും ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ബോസ് മോഡിൽ ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഫ്രണ്ടിലെ പാസഞ്ചർ സീറ്റ് നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ ഇത് മൂവ് ചെയ്യാൻ പറ്റും. സോ 2 മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ലെഗ് സ്പേസോടുകൂടി വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ ഹെഡ് റെസ്റ്റ് ആണെങ്കിലും നല്ല സപ്പോർട്ടായിട്ടൊരു ഹെഡ് റെസ്റ്റും ഉണ്ട്. സോ വെരി കംഫർട്ടബിൾ സോൺ. ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സും നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം നമുക്കൊരു ഫുൾ പാനറോമിക് സൺറൂഫും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. സോ ഞാൻ ഓവറോൾ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് Harrier.EVയുടെ സെക്കൻഡ് റോ വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു സ്പേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഇത് ഹാരിയറിലെ പുതിയ റിയർ വ്യൂ ക്യാമറയാണ്. ഇത് റിയർ വ്യൂ മിററായിട്ട് നിൽക്കുന്നു. അത് കൂടാതെ ഒരു റിയർ വ്യൂ ക്യാമറ ആയിട്ട് ഇത് വർക്ക് ചെയ്യും. സോ ബാക്കിലെ റിയർ വ്യൂ ക്യാമറ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. ഓഫ് ഓൺ ബട്ടണാണിത്. റിയറിലെ വ്യൂവിനോടൊപ്പം നമുക്ക് ഫ്രണ്ടിലെ വ്യൂവും ഇപ്പോൾ ലഭിക്കും. ഇത് കൂടാതെ 2 വേണമെങ്കിൽ നമുക്ക് 2 റിയർ ആൻഡ് ഫ്രണ്ട് വ്യൂ നമുക്ക് ഒരുമിച്ച് ലഭിക്കുന്നുണ്ട്. ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്ത് നോർമൽ മിററായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പുതിയ Harrier.EVയിലെ റിവ്യൂ ക്യാമറ ആൻഡ് മിറർ. Harrier.EV നമ്മൾ ഒന്ന് ഡ്രൈവിന് പോകാമെന്ന് വിചാരിക്കുന്നു. അന്നേരം കാറ് പാർക്കിലാണ് കിടക്കുന്നത്. അതിൽ ഡ്രൈവ് മോഡ് ഇട്ടു. ഡ്രൈവ് മോഡിലിട്ട് നമ്മൾ നോർമൽ കേസിൽ ആക്സിലറേഷൻ കൊടുക്കാൻ നോക്കും.
വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും Harrier.evക്ക് എന്തോ കുഴപ്പമുണ്ട്, ഉടനെ അടുത്ത വീഡിയോ വരും, അയ്യോ കുഴപ്പമുണ്ട്. അല്ല കേട്ടോ, സീറ്റ് ബെൽറ്റ് ഇടാതെ ഒരു കാരണവശാലും പാർക്കിംഗ് ബ്രേക്ക് റിലീസാവില്ല, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. Harrier.evയിൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ലൈക്ക് ഓട്ടോ പാർക്കിംഗ്, അതുപോലെ തന്നെ സമൺ മോഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് റിമോട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം നിങ്ങൾ കണ്ടു. ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ റേഞ്ച് അറിയണം, ഇതിൻ്റെ ബാറ്ററി പാക്ക് അറിയണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ആൻഡ് ദ പവർ, അത് പവറിന് യാതൊരു കുറവും ഉണ്ടാവില്ല. കാരണം ഇതിനകത്ത് വരുന്നത് ഒരു ഡ്യുവൽ മോട്ടറാണ്. ഡ്യുവൽ മോട്ടർ ഫ്രണ്ടിലും ബാക്കിലും, ഫ്രണ്ട് വീലിനും റിയർ വീലിനും സെപ്പറേറ്റ് ആയിട്ട് മോട്ടറുണ്ട്. അതുകൊണ്ട് തന്നെ 2 മോട്ടറിൻ്റെയും പവർ നമുക്ക് ഈ വാഹനത്തിലേക്ക് കിട്ടും. അതിൽ ഫ്രണ്ട് വീലിൻ്റെ പവർ വരുന്ന ഏകദേശം 168 PS പവർ നമുക്ക് ഫ്രണ്ട് വീൽ മോട്ടർ നമുക്ക് തരുന്നുണ്ട് ഈ വാഹനത്തിന്. അതുപോലെ റിയർ വീലിൻ്റെ മോട്ടറാണെങ്കിലും 238 PS പവർ നമുക്ക് നൽകുന്നുണ്ട്. സോ രണ്ടും കൂടെ കൂടിയിട്ടുള്ള ഒരു പവർ എന്ന് പറയുന്നതാണ് നമുക്ക് ഈ വാഹനത്തിന് കിട്ടുന്ന പവർ. അതുപോലെ 504 ന്യൂട്ടൺ മീറ്റർ ടോർക്കും വരുന്നുണ്ട്. സോ ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ പവർഫുൾ ഡ്രൈവാണ് ഈ വാഹനം തരുന്നത്. ഇത്രയും വലിയൊരു SUV ആയിട്ട് പോലും ഇത്രയും പവർ കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഓൾ വീൽ ഡ്രൈവിലും അതുപോലെ തന്നെ റിയർ വീൽ ഡ്രൈവിലും നമുക്ക് ഈ വാഹനം ലഭിക്കുന്നുണ്ട്. പിന്നെ വരുന്നതിൻ്റെ ബാറ്ററി പാക്കാണ്. 2 ലോങ് റേഞ്ച് ബാറ്ററി പാക്ക് നമുക്ക് കിട്ടുന്നത് 65 കിലോവാട്ടിൻ്റെയും 75 കിലോവാട്ടിൻ്റെയും ബാറ്ററി പാക്ക് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ച് പറയുന്നത് റിയൽ C75 എന്ന് പറയുന്നത് റിയൽ വേൾഡ് റേഞ്ചാണ് ഇപ്പോൾ ടാറ്റ പറയുന്നത്. അതിൻ്റെ ഒരു അല്ലെങ്കിൽ അവരുടെ ഒരു കിട്ടാവുന്ന റേഞ്ച്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കൂട്ടിയൊക്കെ പറയാറുണ്ട്, പക്ഷെ ആ ഒരു റേഞ്ച് അല്ല ഇപ്പോൾ പറയുന്നത്. റിയൽ വേൾഡ് ടെസ്റ്റഡ് റേഞ്ചാണ് ഇപ്പോൾ ടാറ്റ പറയുന്നത്. ഏകദേശം 480 മുതൽ 505 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത്. 65 കിലോവാട്ടിൻ്റെ തൊട്ട് 75 കിലോവാട്ടുള്ള ബാറ്ററി പാക്കിൻ്റെ റേഞ്ച് പറയുന്നത്. ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ഏകദേശം ഒരു 92% ആയി. ഇപ്പോൾ ഞാൻ ഈക്കോ മോഡിലാണ് പോകുന്നത്. 440 കിലോമീറ്റേഴ്സാണ് ഇപ്പോൾ ഇതിനകത്ത് റേഞ്ച് കാണിക്കുന്നത്. നമ്മൾ ഹൈവേയും ടൗണും ഒക്കെ അല്ലെങ്കിൽ സിറ്റി ഡ്രൈവും എല്ലാം നമ്മൾ കുറച്ച് ഡ്രൈവ് ചെയ്തു. സോ 92% ആണ്. ഞാനിപ്പോൾ ഏകദേശം 73 കിലോമീറ്റേഴ്സാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്തത് തന്നെ. സോ ഇപ്പോൾ ഇതുവരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പോകുന്നുണ്ട്. വലിയ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ വെളുപ്പിനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ചൂടൊന്നുമില്ല. ഈ റോഡിൻ്റെ ചൂട് ഇതിനെ ചില സമയത്ത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്നാണെങ്കിലും റേഞ്ച് ഇപ്പോൾ പോകുന്നത് വളരെ കൃത്യമായിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ റേഞ്ച് ഉണ്ട്. ലോ ആൻഡ് പവർ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാലൊക്കെ നമ്മൾ ആക്സിലേഷനും കൊടുക്കുന്ന സമയത്ത് അമേസിങ് ബ്യൂട്ടിഫുൾ ഈക്കോ മോഡിലാണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് സ്പോർട്ട് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ വാവ്, ദിസ് ഈസ് റിയലി കൂൾ. ഇതാണ് സ്പോർട്ട് മോഡ്. എനിക്ക് ഈ ഒരു ഹൈവേയിൽ ഇതിപ്പോൾ ഇച്ചിരി ട്രാഫിക്കിലാണ്. ഈ ഹൈവേയിൽ എനിക്ക് ബൂസ്റ്റ് മോഡ് ഇടാൻ ചെറിയൊരു പേടിയുണ്ട്, എന്നാലും നമ്മൾ ഇടും. കാരണം ബൂസ്റ്റ് മോഡിൽ 0 to 100 എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ വെറും 6.3 seconds എന്നാണ് പറഞ്ഞത്. ബൂസ്റ്റ് മോഡ് ഇട്ടാൽ ഇതൊരു റോക്കറ്റാണ്. ഈ ബൂസ്റ്റ് മോഡിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന പടം തന്നെ ഒരു റോക്കറ്റിൻ്റെ ആണ്. സോ അതിലാണ് ഇപ്പോൾ വാവ്, ലുക്ക് അറ്റ് ഇറ്റ്. ഓക്കെ, നൈസ്. സോ ഇതാണ് ബൂസ്റ്റ് മോഡ്. സോ ദർസ് നോ പവർ കോംപ്രമൈസ്. ഒട്ടും തന്നെ പവറിനൊരു കോംപ്രമൈസ് ഇല്ല. ബൂസ്റ്റ് മോഡ്, സ്പോർട്ട് മോഡ്, ഇറ്റ്സ് റിയലി റിയലി ഫൺ. സേഫ്റ്റി എന്നും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് ടാറ്റയെ സംബന്ധിച്ചിടത്തോളം. സോ സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും വന്നിരിക്കുന്നത്. അതാണ് ടാറ്റ ആക്ച്വലി എടുത്തു പറയുന്ന ഒത്തിരി കാര്യങ്ങൾ. അതിൽ ഇപ്പോൾ Harrier.evയിലും അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. സേഫ്റ്റിയുടെ കാര്യത്തിന് ഇറ്റ്സ് വെരി ഗുഡ്. കാരണം ബേസ് മോഡൽ തൊട്ട് അല്ലെങ്കിൽ എൻട്രി ലെവൽ തൊട്ട് ഒരു 6 എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ 7 എയർ ബാഗ്സ് വരുന്നുണ്ട്. അത് നീ എയർ ബാഗും കൂടി ഇപ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അത് കൂടാതെ ഇപ്പോൾ അഡാസിൻ്റെ ലെവൽ 2 അഡാസ് ആണ്. അതിൽ 20 ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്, ഇപ്പോൾ ലെയിൻ കീപ്പ് അസിസ്റ്റും വാർണിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടാതെ നമുക്കൊരു ഡാഷ് ക്യാം അവൈലബിൾ ആണ്. അതിനോടൊപ്പം ഒരു ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ്. നമുക്കിപ്പോൾ ഒരു സിഗ്നലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ് ക്യാമറ നമുക്ക് കിട്ടുന്നുണ്ട്. കംഫർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് സീറ്റിൽ ഇപ്പോൾ ഫ്രണ്ടിലെ 2 സീറ്റിലും നമുക്ക് ഒരു വെന്റിലേറ്റഡ് സീറ്റ് കിട്ടുന്നുണ്ട്. ബാക്കിൽ റിയറിൽ വെന്റിലേറ്റഡ് സീറ്റ് വരുന്നില്ല, ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്. ഈ റിയറിൽ വരുന്നില്ല എന്ന് എടുത്തു പറയാനൊരു കാര്യം, നമുക്ക് സഫാരിയിൽ വെന്റിലേറ്റഡ് സീറ്റ് റിയറിലും കൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. കാരണം ഒരുപാട് ആളുകൾ എന്തുകൊണ്ട് റിയറിൽ ഈ വെന്റിലേറ്റഡ് സീറ്റ് ഇല്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് റിയറിൽ ആക്ച്വലി ഹാരിയറിൽ നമുക്ക് നേരത്തെയും
വെന്റിലേറ്റഡ് സീറ്റ് വരുന്നില്ല, ഫ്രണ്ടിൽ മാത്രമാണ് വരുന്നത്. അത് ഇപ്പോൾ Harrier.EVയിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ടാറ്റ പറയുന്ന അനുസരിച്ച് ഇതിനകത്ത് ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് ഉണ്ട്. അതിൽ നോർമൽ മോഡുണ്ട്, സ്പോർട്ട് മോഡുണ്ട്. അത് കൂടാതെ പുതിയതായിട്ട് ഇപ്പോൾ ഒരു ബൂസ്റ്റ് മോഡും കൂടെ വരുന്നുണ്ട്. കംപ്ലീറ്റ് പവറും നമുക്ക് കിട്ടും. സോ ബൂസ്റ്റ് മോഡിൻ്റെ സ്വിച്ച് ഇതാണ്. 0 to 100 എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 6.3 seconds എന്നാണ് കമ്പനി പറയുന്നത്. സോ ബൂസ്റ്റ് മോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂസ്റ്റ് മോഡ് ആക്ടിവേറ്റഡ് എന്ന് വരും. സോ ഡ്രൈവിലിട്ടു, ലെറ്റ് സ്റ്റാർട്ട് 0 100 എത്താനായിട്ട് 6.3 എന്നാണ് പറയുന്നത്. ലെറ്റ്സ് ട്രൈ ദാറ്റ്. കമ്പനി പറയുന്നത് 6.3 seconds ആണ് ബൂസ്റ്റ് മോഡിൽ 0 to 100 എത്താൻ എടുക്കുന്നത് എന്ന് പറഞ്ഞത്. ഒരുപാട് ആളുകൾക്ക് 6 seconds എത്തിയെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളും ആ ഒരു 0 to 100 ബൂസ്റ്റ് മോഡിൽ 6 seconds എത്തിയിരിക്കുകയാണ്. ഹാരിയറിൻ്റെ സസ്പെൻഷൻ എന്നും എനിക്ക് കുറച്ച് ഇഷ്ടമുള്ളൊരു സസ്പെൻഷനാണ്. കാരണം ഒരുപാടൊന്നും പുറത്തെ ബാഡ് റോഡ്സിൻ്റെ ഒന്നും എഫക്റ്റ് നമുക്ക് അകത്തേക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു .EVയിലേക്ക് വന്നപ്പോൾ Harrier.EVയിലേക്ക് വന്നപ്പോൾ അത് തന്നെയാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ പ്രതീക്ഷിച്ചതിലും ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു മോശമായിട്ടുള്ള വഴിയിലൂടെ നമ്മൾ പോയാലും ഒട്ടും തന്നെ ആ ഒരു ബാഡ് റോഡ് ഫീൽ നമുക്ക് കിട്ടുന്നില്ല. സസ്പെൻഷൻ ഇസ് വെരി വെരി സോഫ്റ്റ്. അതുപോലെ തന്നെ ആ ഒരു കാര്യമായിട്ടൊരു ഈ ഒരു ഇത്രയും പൊക്കമുള്ള ഒരു SUVയിൽ നിന്ന് പ്രതീക്ഷിച്ച പോലെ ഒരു ബോഡി റോളും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ സസ്പെൻഷൻ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടി കംഫർട്ടിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു Harrier.EV വരുന്നത്. ഞാൻ പല ടാറ്റയുടെ EV വാഹനങ്ങളും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് സീറ്റ് ഒട്ടും കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം സീറ്റിൻ്റെ ബാക്ക് റെസ്റ്റ് എൻ്റെ ഒരു ഷോൾഡർ ലെവലിൽ വരും നിൽക്കുവാണെന്ന്. കാരണം ഒരു പക്ഷേ എൻ്റെ പ്ലാറ്റ്ഫോം പൊക്കിയിട്ടോ അങ്ങനെ സീറ്റിൻ്റെ ഹൈറ്റിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മാനുഫാക്ചറിങ് പ്രോബ്ലം ആയിരിക്കാം. പക്ഷേ എനിക്ക് ഹാരിയറിൽ ആ ഒരു സീറ്റ് പ്രോബ്ലം എനിക്ക് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ്സ് പ്രോപ്പർലി ഫിക്സ്ഡ്. ആ ഒരു സീറ്റിൻ്റെ കംഫർട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു വെന്റിലേറ്റഡ് സീറ്റും എനിക്ക് ഫ്രണ്ട് സീറ്റിൽ ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് ഫ്രണ്ട് സീറ്റിൽ 2 സീറ്റിലും നമുക്ക് അവൈലബിൾ ആണ്. സോ Harrier.EVയുടെ പകലത്തെ ഡ്രൈവ് മുഴുവൻ, അല്ലെങ്കിൽ രാവിലെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മുഴുവൻ ഒരു സിറ്റി ഡ്രൈവ്, സ്പോർട്ട് മോഡ്, അതുപോലെ ബൂസ്റ്റ് മോഡിൽ ഇതിലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പരിപാടികളെല്ലാം. പക്ഷേ ഇപ്പോൾ നമ്മളുള്ളത് ഒരു ഓഫ് റോഡ് ട്രാക്കിലാണ്. Harrier.EVക്ക് വേണ്ടി ഈ ടാറ്റ മോട്ടോഴ്സ് ഒരു ഓഫ് റോഡ് ട്രാക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡിഫറെൻറ്റ് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് സാൻഡ് പിറ്റിലാണ്. സാൻഡിലൂടെ പോകുമ്പോൾ കാർ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ളതാണ്. അതിന് ഒരു ഡ്രൈവ് മോഡുണ്ട്, ടെറൈൻ മോഡുണ്ട്. അതിന് സാൻഡ് എന്ന് പറഞ്ഞാൽ ടെറൈൻ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഗോ ബൈ ഇറ്റ് സെൽഫ്. കാർ വിൽ മാനേജ് തന്നെത്താൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആട്രിക്കുലേഷൻ ഉണ്ട്. ആട്രിക്കുലേഷനകത്താണെങ്കിലും ഒരു വീലിലേക്ക് പവർ പൊങ്ങി നിൽക്കുമ്പോൾ ആ വീലിലേക്ക് പവർ ഇല്ലാത്തതുകൊണ്ട് മറ്റേ വീലിലേക്ക് ആ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ആ വീലിലേക്ക് കൂടുതൽ പവർ കൊടുത്തിട്ട് ഇറ്റ് വിൽ ക്ലൈംബ് ബൈ ഇറ്റ് സെൽഫ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സ്ലഷാണ്. പിന്നെ സ്ലഷ് അല്ലെങ്കിൽ ചെളിയൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്ത് പോകും. പിന്നെ വരുന്നത് ഒരു 34 ഡിഗ്രി ആംഗിളാണ്. 40 ഡിഗ്രി വരെയൊക്കെ പോകാമെന്ന് പറയുന്നു. 34 ഡിഗ്രിയിലും വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിന്നിട്ടാണെങ്കിലും Harrier.EVക്ക് ഒരു പ്രോബ്ലം ഇല്ലാതെ അതും പോന്നു. നമ്മളത് ആ ഒരു ഒബ്സ്റ്റക്കിൾ നമ്മൾ കവർ ചെയ്തു. പിന്നെ വരുന്നത് ഇൻക്ലൈൻ ആണ്. ഈ ഒരു ഇൻക്ലൈൻ നമുക്ക് 2 രീതിയിൽ, ഒന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഓഫ് റോഡ് മോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 25 കിലോമീറ്റേഴ്സ് വരെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആക്സിലറേഷൻ ഒന്നും കൊടുക്കാതെ അത് ക്ലൈംബ് ചെയ്യും. ആവശ്യമുള്ള പവറെല്ലാം കൊടുത്ത് തന്നെ ക്ലൈംബ് ചെയ്യും. ഇറങ്ങുമ്പോഴും നമ്മൾ നോർമൽ കേസിൽ നമ്മൾ ഓഫ് റോഡിലോ SUVയിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ ഒരു ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു കൺട്രോൾ ഉണ്ട്. അതിന് പകരം ഇപ്പോൾ ഓഫ് റോഡ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് താഴോട്ട് ഒന്നും ചെയ്യാതെ, ആക്സിലറേഷനോ ബ്രേക്കോ ഒന്നും ചെയ്യാതെ കാറ് തന്നെ Harrier.EV തന്നെ അത് മാനേജ് ചെയ്ത് ഈ ചെളിയിലേക്ക് കൂടെയൊക്കെ ഇറങ്ങി വരും. ഇവിടെ നിങ്ങൾക്കൊരു ഒരു സൈഡ് ഇൻക്ലൈൻ കാണാം. പിന്നെ വരുന്നത് ഇതൊരു സീസോ ആണ്. സീസോയിലും നമ്മളിപ്പോൾ കയറി. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് ടാറ്റയുടെ ലൈനപ്പിലെ ആദ്യത്തെ ഒരു EV ലൈനപ്പിലെ ആദ്യത്തെ ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള ഒരു വാഹനമാണ്. ഞാൻ പറയുന്ന പോലെ ഇതൊരു ഫുൾ ഒരു ഓഫ് റോഡിന് ഭയങ്കര ഓഫ് റോഡ് സംഗതിക്കൊക്കെ കൊണ്ടുപോകാന്നുള്ളതല്ല, അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ രീതിയിലുള്ളൊരു ഒബ്സ്റ്റക്കിളും നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും ഈ പുതിയ Harrier.EV ഉണ്ട്. Harrier.EVയിൽ ഇപ്പോൾ 5 ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നുണ്ട്. 5 ഡിഫറെൻറ്റ് കളേഴ്സിനോടൊപ്പം തന്നെ ഒരു സ്റ്റെൽത്ത് എഡിഷൻ, അതായത് ഡാർക്ക് എഡിഷനും കൂടി നമുക്ക്, ബ്ലാക്ക് ഡാർക്ക് എഡിഷനും കൂടി നമുക്കിപ്പോൾ Harrier.EVയിൽ ലഭിക്കുന്നുണ്ട്. ഈ സ്റ്റെൽത്ത് എഡിഷൻ നമ്മൾ കഴിഞ്ഞ അടുത്ത് തന്നെ സഫാരിയിൽ നമ്മൾ കണ്ടാണ്. അത് തന്നെ ഇപ്പോൾ Harrier.EVയിലും വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, നമ്മളിപ്പോൾ ഫീച്ചർ ഫിൽഡ് ആയിട്ടുള്ള സംഗതികളെല്ലാം കണ്ടു, ഭയങ്കര ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് എല്ലാം കണ്ടു. പക്ഷെ പ്രൈസാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ.
പ്രൈസിൻ്റെ കാര്യത്തിൽ ഐ തിങ്ക് ഹാരി ഡോട്ട് ഇ വി തകർത്തു. ദേ റോക്ക് കംപ്ലീറ്റ്ലി. സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മോഡൽ ഹാരിയർ ഡോട്ട് ഇ വി ഇലക്ട്രിക് മോഡലിൻ്റെ 65 kW ഉള്ള വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 21.49 lakhs എന്നാണ്. 21,50,000 തൊട്ട് താഴെ ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് നിൽക്കുന്നത് സ്റ്റാർട്ടിംഗ് വേരിയൻ്റ്. അതുപോലെ ടോപ്പ് എൻഡ് ഇപ്പോൾ ഇതെല്ലാമുള്ള ഡ്യുവൽ മോട്ടറുള്ള 75 kWh ബാറ്ററി പാക്കുള്ള ഹാരിയർ ഡോട്ട് ഇ വിയുടെ പ്രൈസ് ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 28.99 lakhs ആണ്. അതായത് 29 ലക്ഷത്തിന് തൊട്ട് താഴെയാണ് ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റ് ഹാരിയർ ഡോട്ട് ഇ വിയുടെ പ്രൈസ് വരുന്നത്. പ്രൈസിൻ്റെ കാര്യത്തിൽ ടാറ്റ റോക്ക്ഡ് കംപ്ലീറ്റ്ലി. അതിൻ്റെ കൂടെ ഫീച്ചേഴ്സ് ആകെ ഇതിൻ്റെ ഒരു ഡിസൈൻ കാര്യത്തിൽ ഡിസൈൻ ലുക്സ് ഒരു നമ്മൾ കണ്ട് പരിചയിച്ചൊരു ഡിസൈനാണെന്ന് ഒരു പക്ഷേ തോന്നിയേക്കാം. പക്ഷേ അതർവൈസ് കേപ്പബിലിറ്റി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ടോപ്പ് ക്ലാസ് ആണ്. ഈവൻ കംഫർട്ട് വൈസ് നോക്കിയാലും ടോപ്പ് ക്ലാസ് തന്നെയാണ്. ഈ ഒരു വാഹനം എനിക്ക് തോന്നുന്ന ഒരു ഇലക്ട്രിക് വാഹനം മേടിക്കുന്ന ഒരാൾക്ക് എല്ലാ രീതിയിലും ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. കാരണം ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റി, അത്യാവശ്യം ഓഫ് റോഡ് കേപ്പബിലിറ്റി എല്ലാം ഉണ്ട്. സ്റ്റൈലിഷാണ്, ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് കംഫർട്ട് ഉണ്ട്. ഇലക്ട്രിക്കിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. ഒരു ലോങ് ടേം അല്ലെങ്കിൽ ഒരു ഫുൾ മൈലേജ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു റേഞ്ച് ടെസ്റ്റൊക്കെ നമുക്ക് വഴിയേ ചെയ്യാം. പക്ഷേ അതുവരെ ഒറ്റ നോട്ടത്തിൽ ഹാരിയർ ഡോട്ട് ഇ വി മാർക്കറ്റിൽ ഒരു റോക്ക് സ്റ്റാർ ആവാൻ സാധ്യതയുണ്ട്.